കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുകയാണ്. തൃശൂർ, തിരുവനന്തപുരം, വടകര അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ പ്രധാനിയായ മണ്ഡലമാണ് കൊല്ലം. ഇത്തവണ LDF കളത്തിലിറക്കിയിരിക്കുന്നത് നടനും MLA-യുമായ മുകേഷിനെ, UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP-യായ NK പ്രേമചന്ദ്രനും. ഹാട്രിക് വിജയം തേടിയാണ് ഇത്തവണ പ്രേമചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത്. 2014-ൽ LDF സ്ഥാനാർത്ഥി MA ബേബിയെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ പ്രേമചന്ദ്രൻ 2019-ൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തി വീണ്ടും ലോക്സഭയിലെത്തി. നിലവിൽ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുകേഷ് നല്ല രീതിയിൽ തന്നെ വോട്ട് നേടിയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കടന്ന മുകേഷ് ഇതിനിടെ NK പ്രേമചന്ദ്രന്റെ വീട്ടിലും വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നിരുന്നു. മറ്റുള്ള മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ പരസ്പരം വാക്കുകൾ കൊണ്ടും മറ്റും പോരാടുമ്പോൾ തികച്ചും സൗഹൃദപരമായ പ്രചാരണമാണ് കൊല്ലത്ത്. ഇടത് സ്ഥാനാർത്ഥിയും വലത് സ്ഥാനാർത്ഥിയും തമ്മിൽ കലഹിക്കാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ അവരവരുടെ പ്രചരണത്തിലേക്ക് തെന്നിമാറുകയാണവർ. എന്നാൽ കഴിഞ്ഞ 2 തവണയും പ്രേമചന്ദ്രൻ ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ മുകേഷ് ഗോളടിക്കുമോ എന്ന് കണ്ടറിയണം. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം പ്രവചിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത പക്ഷം MP-യും MLA-യും നേർക്കുനേർ വരുമ്പോൾ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ശക്തനായൊരു BJP സ്ഥാനാർത്ഥി കൊല്ലത്ത് വന്നാൽ LDF-ന്റെയും UDF-ന്റെയും വോട്ടിനെ ബാധിക്കുകയും ചെയ്തേക്കാം. കൊല്ലത്തെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. കാരണം 2 സ്ഥാനാർത്ഥികളും ശക്തരാണ്. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടവും ഉണ്ടാകും. കടുത്ത പോരാട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളെ കടത്തിവെട്ടുന്ന പ്രകടനമായിരിക്കും കൊല്ലത്തുണ്ടാകുക എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. MP-യും MLA-യും നേർക്കുനേർ വരുമ്പോൾ കൊല്ലം ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം.